ഒന്നുകൂടി ഞാൻ പറയട്ടെ, നമ്മളെ മദ്രസയിൽ നമ്മളെ മക്കളെ പഠിപ്പിക്കുന്ന പാവപ്പെട്ട മുഅല്ലിമുകള് അവര് നമ്മൾ ചോദ്യം ചെയ്യപ്പെടാൻ, നമുക്ക് ചോദ്യം ചെയ്യാനും അല്ലാഹു തആല നിയോഗിക്കപ്പെട്ട ഒരു കൂട്ടം ആളുകളാണെന്ന് തെറ്റിദ്ധരിച്ചേക്കരുത്. മദ്രസയിലെ ഉസ്താദുമാരെ എന്തും ചോദ്യം ചെയ്യാം, മദ്രസയിലെ ഉസ്താദുമാരോട് എങ്ങനെയും സംസാരിക്കാം, അവരോട് എങ്ങനെയും ശകാരിക്കാം. പായാർത്ഥങ്ങൾ വരുമ്പോ കൈപിടിച്ച് മുത്തിയാ മതി, അതുപോലെ സയ്യിദന്മാര് വരുമ്പോ കൈപിടിച്ച് മുത്തിയാ മതി, ഉസ്താദുമാര് വരുമ്പോ അവരെ കൈപിടിച്ച് മുത്തിയാ മതി, പ്രസംഗിക്കാനറിയുന്ന മുസ്ലിയാരെ കൈപിടിച്ചാ മതി, ആലിമീങ്ങളെ കൈപിടിച്ചാ മതി. പള്ളിയിലെ മുഅദ്ദിനെയും മദ്രസയിലെ ഉസ്താദിനെയും തട്ടിക്കളയുന്നതിന് പ്രശ്നമില്ല എന്നൊരു ധാരണ മനസ്സിലുണ്ടോ? തിരുത്തി വെക്കണേ. നിങ്ങളെ മക്കൾക്ക് അലിഫും ബാവും താവും പഠിപ്പിച്ചു കൊടുത്ത പ്രിയപ്പെട്ട ഉസ്താദിനോട് നിങ്ങളുടെ മക്കൾക്ക് എത്രത്തോളം കടപ്പാടുണ്ട് എന്നറിയോ? അവരെ നിസ്കാരത്തിന് പോലും വലിയ കാരണക്കാരാണവര്. വയലിന് വന്ന മുസ്ലിയാരോ നിങ്ങൾ നിസ്കരിക്കണം എന്നവർ പ്രസംഗിക്കും. വയലിന് വന്ന മുസ്ലിയാർ നിങ്ങൾ നോമ്പെടുക്കണമെന്ന് പറയും. വയലിന് വന്ന മുസ്ലിയാർ സുന്നത്തെടുക്കണമെന്ന് പറയും. മുസ്ലിയാർ എങ്ങനെ നിസ്കരിക്കണമെന്ന് പറയാറില്ല, എങ്ങനെ സുജൂദ് ചെയ്യണമെന്ന് പഠിപ്പിക്കാറില്ല, സുജൂദ് ചെയ്യുമ്പോൾ കൈ എങ്ങനെ വെക്കണമെന്ന് കാണിച്ചു തരാറില്ല, റുക്കൂയിൽ എങ്ങനെ നിൽക്കണമെന്ന് കാണിച്ചു തരാറില്ല. എന്താ കാരണം? അതിനേക്കാൾ വലിയ ദർജയുള്ള പഠനം അതിനു വേണ്ടിയല്ലേ ഈ